ഐഫ്ലോ ഹണി മാജിക് കമനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാട്ടിലെ വേനലിന് ഒരു അവധി വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ശരിക്കും നല്ല ഒരു മഴക്കാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാലവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഒരു സന്തോഷമാണ്. കാലവർഷം വന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്, മനസ്സിനൊരു ആനന്ദം. ഈ ഒരു ആനന്ദവും സന്തോഷവുമെല്ലാം നമ്മളുടെ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാനേ മടിയാണ് എല്ലാവർക്കും. അതേസമയം വെളിയിൽ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം. എല്ലാവർക്കും ഓരോ ജോലി സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരിക്കാനുള്ള അത്രയും വലിയ ലക്ഷറി അല്ലെങ്കിൽ അത്രയും സൗകര്യവും സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. എങ്കിലും മഴയത്ത് കൊടചൂടി പോകുമ്പോഴും തിരിച്ച് വീടണയാൻ അല്ലെങ്കിൽ കൂടണയാനുള്ളൊരു ഭയങ്കരമായ സന്തോഷമാണ്. പിന്നെ വീട്ടിലിരുന്ന് പിന്നെ അവധി ദിവസമാണെങ്കിൽ മഴയെ നോക്കിയിരിക്കാൻ അതൊരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ ഈ മഴ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തണുപ്പും കൂടി ഉണ്ടാകും. നല്ലൊരു കുളിരാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു തണുപ്പും മഴയും കുളിരുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ്? അപ്പോൾ നമുക്കിന്ന് മഴക്കാല സ്പെഷ്യൽ ഐറ്റംസ് കാണാം. വളരെ നാടനായിട്ടുള്ള, വളരെ സിമ്പിൾ, എന്താ നാടനും ലളിതവുമായ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ പണ്ട് കാലം തൊട്ടുണ്ടാക്കിയിരുന്ന കുറേ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇത് എന്താ പറയുക, മഴക്കാല വിഭവങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ഉത്സവ പറമ്പുകളിലെല്ലാം തന്നെ പണ്ടൊക്കെ ഉത്സവ പറമ്പുകളിൽ പോയിരുന്ന് ഉത്സവം കാണാൻ പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ എന്താ പറയുക, പെരയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ട് ടെമ്പററി സ്റ്റേജസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നാടകവും ബാലയും നൃത്തവും ഒക്കെ ഉണ്ടാവാറുണ്ട്, കഥാപ്രസംഗങ്ങൾ. അപ്പോൾ ഇത് പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് കാണാനായിട്ട് ഇപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഭയങ്കര രസമാണ്. ആൾക്കാരിങ്ങനെ ഗ്രൂപ്പായിട്ട്, ഫ്രണ്ട്സായിട്ട്, ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് രാത്രി വൈകുന്നത് വരെയും അല്ലെങ്കിൽ വെളുപ്പാങ്കാലം വരെയൊക്കെ ഇരുന്ന് കാണുന്ന ഒരു രീതി ഉണ്ടായത്. അപ്പോൾ ഈ നല്ലൊരു തണുപ്പാണ്. തണുത്ത വെളുപ്പാങ്കാലം എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയൊക്കെ നല്ല തണുപ്പാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ തണുപ്പിനെ പ്രതിരോധിക്കാനും ഒക്കെ നല്ല ചുക്ക് കാപ്പി കൊടുക്കാറുണ്ട്. അപ്പോൾ ചുക്ക് കാപ്പിയെല്ലാം കുടിച്ച് കടലയെല്ലാം കുറിച്ചിരുന്നിട്ട് ഇതെല്ലാം കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതൊരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിന്തകളാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ അതുപോലെയൊന്നും ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഴക്കാലമാണെങ്കിലും നമ്മൾ മഴയെ നോക്കിയിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു കാര്യമാണ് ചുക്ക് കാപ്പിയും നമ്മൾ കടലയും. അപ്പോൾ ആ കാര്യമൊക്കെ നോക്കിയാലോ. ഇനി ചുക്ക് കാപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിപ്പട്ടി 1/4 കിലോ പൊടിച്ചെടുത്തത്, ചുക്ക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് ചതച്ചത് 2 ടീസ്പൂൺ, വെള്ളം 6 കപ്പ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ. അങ്ങനെ നമ്മളുടെ ചുക്ക് കാപ്പിക്ക് വേണ്ട ചേരുവകൾ വളരെ കുറച്ചാണെന്ന് മനസ്സിലായി. എല്ലാം റെഡിയാണ് ഇവിടെ. അപ്പോൾ അടുപ്പ് കത്തിക്കുക. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ 6 കപ്പ് വെള്ളം, അപ്പോൾ വെള്ളം 6 ഗ്ലാസ് എടുത്തു. 6 ഗ്ലാസ് അല്ലെങ്കിൽ 6 കപ്പ് എന്താണെങ്കിലും ഒരുപോലെയാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു 1/4 കിലോ കരിപ്പട്ടി പൊടിച്ചൊക്കെ എടുത്ത് വയ്ക്കുക. കരിപ്പട്ടിയുടെ കൂടെ 2 വലിയ കഷ്ണം ചുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണങ്ങിയ ഇഞ്ചിയാണ്, ഇഞ്ചി ഉണക്കിയത്. അത് ചതച്ചെടുക്കുക. കുറച്ച് കൂടുതലായിരിക്കട്ടെ, കാര്യം ഇത് ചുക്ക് കാപ്പിയാണ്. അപ്പോൾ ചുക്കിൻ്റെ സ്വാദാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ടത്. അതോടൊപ്പം കുരുമുളകിൻ്റെ സ്വാദം, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു എരിവ്. ഈ ചുക്കിന് തന്നെ ഒരു എരിവുണ്ടാകും, അതിനോടൊപ്പം ഒരു കുരുമുളകിൻ്റെയും കൂടെ ഒരു എരിവ് കിട്ടിയാൽ നല്ല സ്വാദല്ലേ. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമായിരിക്കും, പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത്. ഇപ്പോൾ 2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 2 എന്നുള്ളത് ഞാൻ പറഞ്ഞൊരു കണക്കാണ്. ഇനി ഇതിനെക്കാട്ടിലും 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചുക്ക് കാപ്പിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ വെള്ളം എന്ന് പറയുമ്പോൾ വെറും വെള്ളം അല്ലല്ലോ, അതിനകത്ത് ആവശ്യത്തിന് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു ചുക്ക് കാപ്പി. പിന്നെ ഇതിനെ കുറച്ചുകൂടി അസാധാരണമാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജലദോഷമൊക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ അവസാനം നമ്മൾ കുറച്ച് തുളസി ഇല ഇടാം. പിന്നെ പനിക്കൂർക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട്, അത് വേണമെങ്കിൽ ഇടാം. അതെല്ലാം നല്ല ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് പ്രതിരോധ ശേഷി നമ്മൾക്ക് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരോഗ്യപ്രദമാണ്. കാര്യം കരിപ്പട്ടി എന്ന് പറയുന്നത് ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കരിപ്പട്ടി നമ്മൾ സാധാരണ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു കാര്യമാണ് കരിപ്പട്ടിയാണ് കുറുക്കിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കരിപ്പട്ടി കാപ്പിയും ചുക്ക് കാപ്പിയൊക്കെ നല്ലൊരു അനുഭവമാണ് ശരിക്കും. നമ്മുടെ ഒരു നാടൻ രുചിയും സ്വാദും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര, നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ അത് കുറേ കൂടെ രസകരമായിരിക്കും.
അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് ഒരല്പം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടിയിട്ട് വീണ്ടും 5-10 മിനിറ്റ് തിളപ്പിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ. പനിക്കൂർക്കാന്ന് ഞാൻ പറഞ്ഞത് നവരയിലയാണ്. ഇത് ചിലരെല്ലാം പനിക്കൂർക്കാന്ന് പറയും. കാര്യം ചെറിയ കുട്ടികൾക്ക് ഉച്ചിയിലിങ്ങനെ വാട്ടിയിട്ട് കൊടുക്കും ജലദോഷമൊക്കെ വരുമ്പോൾ, ഉച്ചി ഭാഗത്ത് ഈ ഇല അത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പനി ജലദോഷം കാര്യങ്ങളുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഈ കോഫി ഉണ്ടാക്കി ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനത്തെ ഘട്ടത്തിൽ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഈ ഇലകളൊക്കെ ഇടാം. അതുപോലെ കൃഷ്ണതുളസി ഇലയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കൃഷ്ണതുളസി ഇലയല്ല ഇരിക്കുന്നത്, തുളസി ഇല. ഇത് രണ്ടുമാണ് സാധാരണ ഇടുന്നത്. പിന്നെ ഇതിൽ മുളക് വള്ളി ഇടും, അതായത് കുരുമുളക് വള്ളി പൊട്ടിച്ച് ഇതിനകത്ത് ഇടാറുണ്ട്. അങ്ങനെയുള്ള വളരെ നാടനായിട്ടുള്ള പല പ്രയോഗങ്ങളും ഉണ്ട്. ഇതെല്ലാം ഹെൽത്ത് കാര്യങ്ങളാണ്, ആരോഗ്യപ്രദമായ കാര്യങ്ങൾ. നല്ല തിള വന്നുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും. ഇനി എടുക്കുന്നതിന് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കോഫി പൗഡർ ഇടും. കോഫി പൗഡർ എന്ന് ഇത് കാപ്പിയും കൂടി ആണല്ലോ. അപ്പോൾ കരിപ്പട്ടി കാപ്പി എന്ന് പറയുമ്പോൾ ചുക്ക് കാപ്പി, ചുക്കിൻ്റെ രുചി, കരിപ്പട്ടിയുടെ രുചി, പിന്നെ ഒരു കോഫി അല്ലെങ്കിൽ കാപ്പിയുടെ രുചിയും കൂടി വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ടാണെങ്കിൽ കാപ്പി പൊടി ഇടാം. ഇപ്പോൾ നമുക്ക് കാപ്പി പൊടിയുടെ ആവശ്യമില്ല, നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എല്ലാം വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഈ തിളച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിള കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുന്ന സമയത്ത് കോഫി പൗഡർ ഇടും. ഒരു 2 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ. തീ ഓഫ് ചെയ്യാം. അങ്ങനെ കോഫിയുടെ ഒരു മണവും കൂടി ഇപ്പോൾ വന്നു തുടങ്ങി. ആഹാ, കോഫിയും കരിപ്പട്ടിയും കുരുമുളകും ചുക്കും എല്ലാം കൂടി ചേർന്നിട്ടൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സുഗന്ധമാണിവിടെ. ഇതാണ് കറക്റ്റ് ഒരു ചുക്ക് കാപ്പിയുടെ എല്ലാ കാര്യങ്ങളും. ഇനി ഇതൊന്ന് അരിച്ച് നല്ല ചൂടോട് കൂടിയാണ് കുടിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തുളസി ഇലയും കൂടി ഇടാം. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിങ്ങിനാണ് ഇടുന്നത്. തുളസി ഇല, പിന്നെ വേണമെങ്കിൽ നവരയില. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ഒന്ന് വാടുമല്ലോ, ഈ ചൂട് വെള്ളത്തിലല്ലേ കിടക്കുന്നത്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുടിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇപ്പം തന്നെ ചുക്ക് കാപ്പി ഇടുക, കുടിക്കുക. നല്ല രസമായിരിക്കും. ഇപ്പോൾ ശരിക്കും വെളിയിൽ നല്ല മഴയൊക്കെ ഉണ്ടാവും അല്ലേ? മഴ പെയ്യുന്നൊരു ദിവസമാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തോന്നാം, ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഇതൊന്ന് അരിച്ച് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ചൂട് ചുക്ക് കാപ്പി എൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. ഇതൊന്ന് കഴിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇതൊന്ന് കുടിച്ചു നോക്കൂ. എന്തൊരു സ്വാദാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, നല്ലത് മാത്രം.